ദ ബാക്ക് ബെഡ്റൂം ബൈ വെർജീനിയ വോൾഫ്. അപ്പം വെർജീനിയ വോൾഫിൻ്റെ ദ ബാക്ക് ബെഡ്റൂം എന്ന് പറയുന്നത് ഫ്ലഷ് എ ബയോഗ്രഫി എന്ന് പറയുന്ന ബുക്കിൽ നിന്ന് എടുത്തൊരു എക്സ്ട്രാക്റ്റ് ആണ്. FLUSH, ഫ്ലഷ് എ ബയോഗ്രഫി എന്ന് പറയുന്നത്, ഈ ഫ്ലഷ് എന്ന് പറയുന്നത് ഒരു പെറ്റ് ഡോഗാണ്. ഇംഗ്ലീഷിലൊരു റൈറ്ററായിട്ടുള്ള എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ് ഉണ്ടല്ലോ, അവരുടെ പെറ്റ് ഡോഗാണ് ഫ്ലഷ്. അതിനെ പറ്റിയുള്ളതും പിന്നെ എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്ങിൻ്റെ ലൈഫും. പക്ഷേ ഇതിനകത്ത് ഈ ബാക്ക് ബെഡ്റൂമിൽ എലിസബത്ത് ബാരറ്റ് എന്നാണ് പറയുന്നത്, കാരണം ഇവർ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഉള്ളതാണ്. റോബർട്ട് ബ്രൗണിങ് അവരുടെ ഹസ്ബൻഡാണ് പിന്നീട്. അപ്പം ഇതിനകത്ത് ചോദിക്കാവുന്ന, ഇപ്പം ലണ്ടനിൽ ഏത് സ്ഥലത്ത് വെച്ചാണ് ഫ്ലഷ് മനസ്സിലാക്കിയത്, വിച്ച് പ്ലേസ് ഇൻ ലണ്ടൻ ഡസ് ഫ്ലഷ് ലേൺ ദാറ്റ് ഡോഗ്സ് മസ്റ്റ് ബി ലെഡ് ഓൺ ചെയിൻസ്. അതായത് ഡോഗ്സ് എപ്പോഴും ചെയിൻഡ് ആയിരിക്കണം, ചങ്ങലക്കിട്ടിരിക്കണം എന്ന് എപ്പം ആണ് ഫ്ലഷ് തിരിച്ചറിഞ്ഞത്. ആ സ്ഥലത്തിൻ്റെ പേര് റിജൻസ് പാർക്കാണ്, REGNT, റിജൻസ് പാർക്കിൽ വെച്ചാണ് ഫ്ലഷ് അത് തിരിച്ച് അറിയുന്നത്. പിന്നെ വാട്ട് ഇൻഫർമേഷൻ ഡിഡ് ഫ്ലഷ് ഗെറ്റ് അബൌട്ട് ദി ഡോഗ്സ് ഓഫ് ലണ്ടൻ. ലണ്ടനിലെ ഡോഗ്സിനെ പറ്റി ഫ്ലഷിന് എന്ത് ഇൻഫർമേഷനാണ് കിട്ടിയതെന്ന്. അപ്പോൾ ഇത് സത്യത്തിൽ ഈ ബാക്ക് ബെഡ്റൂം എന്ന് പറയുന്നത് ഫുള്ളി ഡോഗ് നറേറ്റ് ചെയ്യുന്ന കഥയായിട്ടാണ്, ഡോഗിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്നുമാണ് ഇത് പറയുന്നത്. അപ്പം ആ ഡോഗ് മനസ്സിലാക്കിയ കാര്യങ്ങളും അതൊക്കെയാണ്. അപ്പം ഇംഗ്ലണ്ടിലെ ഡോഗ്സിനെ പറ്റി ഫ്ലഷ് മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഡോഗ്സിൻ്റെ ഇടയിലൊരു ക്ലാസ് ഡിസ്റ്റിങ്ഷൻ ഉണ്ടെന്നാണ്. അതായത് ഡോഗ്സ് ഓഫ് ലണ്ടൻ ആർ സ്ട്രിക്ട്ലി ഡിവൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ക്ലാസ്സസ്. സം ആർ ചെയിൻ ഡോഗ്സ്, സം റൺ വൈൽഡ്. ചില ഡോഗ്സ് ചെയിൻഡ് ആണ്, അതായത് ചങ്ങലക്കിട്ടേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓണറുള്ള ഡോഗ്സ് ആണല്ലോ ചെയിൻഡ്. ബാക്കി സം റൺ വൈൽഡ് അതെന്ന് പറഞ്ഞാൽ സ്ട്രേ ഡോഗ്സ്. പിന്നെ സം ടേക്ക് ദെയർ എയറിങ്സ് ആൻഡ് ക്യാരേജസ് ആൻഡ് ഡ്രിങ്ക് ഫ്രം പേർപ്പിൾ ജാസ്. അതായത് ഈ ഹൈ ക്ലാസ്സിൽ പെടുന്ന ഡോഗ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ അതിനെ പുറത്ത് കൊണ്ടുപോകുന്നതൊക്കെ ഈ ക്യാരേജസിലാണ്, ഈ കുതിരവണ്ടി പോലുള്ള അതിൻ്റെ ഓണർ പോകുന്ന അതേ വണ്ടിയിലാണ് അതും പോകുന്നത്, കുതിരവണ്ടിയിലൊക്കെ ക്യാരേജസിൽ. പിന്നെ ഈ ഹൈ ക്ലാസ്സിൽ പെടുന്ന ഡോഗ്സൊക്കെ എന്താണ്, ഗ്ലാസ് ജാസിൽ നിന്നാണ്, ഈ ഗ്ലാസ്സിൻ കൊണ്ടുണ്ടാക്കിയ ജാസിൽ നിന്നാണ് അത് ഡ്രിങ്ക് ചെയ്യുന്നത്, വെള്ളമൊക്കെ കുടിക്കുന്നത് എന്ന് പറയുന്നു. പക്ഷേ അല്ലാത്ത ഡോഗ്സ് ആണെങ്കിൽ, സ്ട്രേ ഡോഗ്സ് ആണ്, അൺകോളേർഡ് ഡോഗ്സ് ഒക്കെ ആണെങ്കിൽ ദേ പിക്കപ്പ് എ ലിവിങ് ഇൻ ദ ഗട്ടേഴ്സ്. എന്താണ്, ഈ തെരുവിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ ജീവിക്കുന്ന കുറേ ഡോഗ്സും ഉണ്ട്. അപ്പം ഡോഗ്സ് ദെയർഫോർ അക്കോർഡിംഗ് ടു ഫ്ലഷ് ഡിഫർ, സം ആർ ഹൈ ആൻഡ് അതേഴ്സ് ലോ. ഫ്ലഷിനെ സംബന്ധിച്ച് മാത്രമല്ല, ഫ്ലഷ് തിരിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. ലണ്ടനിലെ ഡോഗ്സ് ഡിഫർ ചെയ്യുന്നുണ്ട്, ഹൈ ക്ലാസ്സിൽ പെടുന്ന ഡോഗ്സും ലോ ഡോഗ്സും എന്നൊക്കെ പറഞ്ഞ് ഒരു സെക്ഷൻ തന്നെ ഉണ്ട്. പിന്നെ അപ്പോൾ ഇതാണ് അവിടുത്തെ ഡോഗ്സിനെ പറ്റി ഫ്ലഷ് അറിഞ്ഞത്. പിന്നെ ഫ്ലഷിൻ്റെ തോട്ട്സ് അബൌട്ട് ഓൺ സീയിങ് ഹിസ് ഇമേജ് ഇൻ ദ മിറർ ആഫ്റ്റർ ഹിസ് ഔട്ടിങ് ഇൻ റിജൻസ് പാർക്ക് എന്ന് പറഞ്ഞാൽ, ഈ എലിസബത്ത് ബാരറ്റിൻ്റെ കൂടെ പുറത്ത് കറങ്ങാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഫ്ലഷ് കണ്ണാടിയിൽ നോക്കുന്നുണ്ട് സ്വന്തം രൂപം. അപ്പോൾ അതിൽ നിന്ന് ഫ്ലഷിന് എന്താണ് അതിൽ നിന്നും ഫ്ലഷ് മനസ്സിലായത്, അല്ലെങ്കിൽ ഫ്ലഷിൻ്റെ തോട്ട്സ് എന്താണ്, അത് നേരത്തെ പറഞ്ഞത് എൻ്റെ ബാക്കിയാണ്. അതായത് ലണ്ടനിൽ വെച്ച് ഫ്ലഷ് തിരിച്ചറിയുന്നുണ്ട് ഡോഗ്സ് എന്ന് പറയുന്ന ഹൈ ക്ലാസ്സിലും ലോ ക്ലാസ്സിലും അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഡോഗ്സിനെന്ന്. അപ്പം ഇത് മനസ്സിലാക്കിയ ശേഷം വീട്ടിൽ വന്നിട്ട് ഫ്ലഷ് കണ്ണാടിയിൽ നോക്കുകയാണ് താൻ ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്, ഹൈ ക്ലാസ് ഡോഗാണോ എന്നൊക്കെ. അപ്പം എന്താ, വീട്ടിൽ എത്തിയിട്ട് എക്സാമിൻഡ് ഹിംസെൽഫ് കെയർഫുള്ളി ലുക്കിംഗ് ഇൻ ടു ദ ഗ്ലാസ്. അപ്പം ഹി വാസ് എ ഡോഗ് ഓഫ് ബർത്ത് ആൻഡ് ബ്രീഡിങ്. അപ്പം സ്വന്തം രൂപം ഈ കണ്ണാടിയിൽ നോക്കിയിട്ട് ഫ്ലഷിന് തിരിച്ചറിയുന്നു താൻ ഒരു ഹൈ ബ്രീഡിങ്ങിൽ പെടുന്ന, ഹൈ ക്ലാസ്സിൽ പെടുന്ന ഡോഗാണ്. ഹിസ് ഹെഡ് വാസ് സ്മൂത്ത്, ഹിസ് ഐസ് വേ പ്രോമിനൻറ്റ്. അത് മീൻസ് ഈ ഹൈ ബ്രീഡിൽ പെടുന്ന ഡോഗിൻ്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഹെഡ് എന്ന് പറയുന്നത് ഭയങ്കര സ്മൂത്ത് ആയിരുന്നു, ഐസൊക്കെ പ്രോമിനൻ്റ് ആയിരുന്നു, ഫീറ്റ് എന്ന് പറയുന്നത് ഫെതേർഡ് ആയിരുന്നു. പിന്നെ ഹി വാസ് ഈക്വൽ ടു ദ ബെസ്റ്റ് കോക്കർ. ഈ കോക്കർ സ്പാനിയൽ എന്ന് പറഞ്ഞ ഒരു ഡോഗിൻ്റെ ടൈപ്പാണ്, ഒരു ബ്രീഡ് ഓഫ് ഡോഗാണ്. അപ്പം ബെസ്റ്റ് കോക്കർ ഇൻ വിംബോൾ സ്ട്രീറ്റ്, അവർ താമസിക്കുന്ന ആ സ്ഥലത്തിലെ ബെസ്റ്റ് കോക്കറിന് ഈക്വലാണ് ഫ്ലഷ്. പിന്നെ ഫ്ലഷ് താൻ ഹൈ ക്ലാസ്സിൽ പെടുന്ന ഡോഗാണ് തിരിച്ചറിയാൻ ഉള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫ്ലഷ് വെള്ളം കുടിക്കുന്നത് പേർപ്പിൾ ജാറിൽ നിന്നാണ്. ഇതിൽ നിന്നൊക്കെയാണ് ഇങ്ങനെ മനസ്സിലാക്കിയത്. പിന്നെ ഹും ഡിഡ് എലിസബത്ത് ബാരറ്റ് മെൻഷൻ ആസ് ഹർ കമ്പാനിയൻ, ഹർ ഫ്രണ്ട് ആൻഡ് ലവ്സ് ഹർ ബെറ്റർ ദാൻ സൺഷൈൻ. അപ്പം ഫ്ലഷിനെ പറ്റിയാണ് അങ്ങനെ പറയുന്നത്. കാരണം ഈ എലിസബത്ത് ബാരറ്റ് എന്ന് പറയുന്നത് അവർ ഒരു രോഗിയായിട്ടുള്ളൊരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ
അവരെ പുറത്തോട്ടൊന്നും അങ്ങനെ വിടത്തില്ല. എപ്പോഴും വീട്ടിൽ തന്നെ കൺഫൈൻഡ് ആയിട്ടാണ്. വല്ലപ്പോഴും മാത്രമേ അവർ പുറത്ത് പോവുള്ളൂ. അപ്പോഴായിരുന്നു ഈ ഫ്ലഷിനെ കൊണ്ടുവന്നത്. പിന്നെ വിൻ്റർ സീസൺ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേനും ഇവർ പുറത്ത് പോകാതായി. അപ്പം എപ്പോഴും റൂമിൽ തന്നെ ഇരിക്കുന്നു. അവിടെ ഇരുന്ന് ഇവർ എഴുതുകയൊക്കെ ചെയ്യും. പിന്നെ ചിലപ്പം കരയും. ഇതൊക്കെ ഫ്ലഷ് കാണുന്നു. ഫ്ലഷാണ് ഇതിനെ പറ്റിയൊക്കെ നമ്മളോട് പറയുന്നത്. അപ്പം ഈ എലിസബത്ത് ബാരറ്റ് എലിസബത്ത് ബാരറ്റ് പറയുന്നതാണ്, ഫ്ലഷി ഈസ് മൈ ഫ്രണ്ട്, മൈ കമ്പാനിയൻ ആൻഡ് ലവ്സ് മീ ബെറ്റർ ദാൻ ഹി ലവ്സ് ദ സൺഷൈൻ. അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ കാരണം ഫ്ലഷിന് ആദ്യമൊക്കെ പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേനും എപ്പോഴും പുറത്ത് പോകാനായിരുന്നു ആഗ്രഹം. പക്ഷേ ഈ എലിസബത്ത് ബാരറ്റ് റൂമിൽ തന്നെ അടച്ച് കൂടി ഒതുങ്ങിയപ്പോഴത്തേനും എന്താണ് ഫ്ലഷിന് എങ്ങനെയെങ്കിലും ഡോറ് തുറക്കുന്ന, ആരെങ്കിലും ഡോറ് വന്ന് തുറക്കുന്ന കാണുമ്പോഴത്തേനും എങ്ങനെയെങ്കിലും ചാടി പുറത്ത് പോകണമെന്നായിരുന്നു ടെൻഡൻസി. പക്ഷേ ഗ്രാജുവലി ആ ടെൻഡൻസി അങ്ങ് മാറി. കാരണം ബിക്കോസ് ഓഫ് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് എലിസബത്ത് ബാരറ്റ് ആണ്. ഇവർ തമ്മിലുള്ള ബോണ്ട് നല്ല സ്ട്രോങ് ബോണ്ടായപ്പം ഈ ഫ്ലഷ് സത്യത്തിൽ ഇവിടെ ജനിച്ച് വളർന്നതല്ല. അതിൻ്റെ ഒറിജിനൽ ഓണർ വേറൊരു സ്ത്രീയാണ്, മിസ് മിഡ്ഫോർഡ് എന്ന് പറയും, MITFORD. മിഡ്ഫോർഡ് എന്ന് പറയുന്നൊരു സ്ത്രീ, അവർ ഗിഫ്റ്റ് ചെയ്തതാണ് എലിസബത്ത് ബാരറ്റിന് ഈ ഫ്ലഷിനെ. അപ്പം ഫ്ലഷ് ഇനീഷ്യലി താമസിച്ചത് ഒരു വില്ലേജ് പോലുള്ളൊരു സ്ഥലത്താണ്. അവിടുന്ന് ലണ്ടനിൽ വന്നപ്പോഴത്തെ മാറ്റത്തെക്കുറിച്ചൊക്കെയാണ് നമ്മളടുത്ത് പറയുന്നത്. അപ്പം ഫ്ലഷിനപ്പം എങ്ങനെയെങ്കിലും പുറത്ത് പോയാൽ മതി, അങ്ങനെയായിരുന്നു. അപ്പം എലിസബത്ത് ബാരറ്റുമായിട്ടുള്ള ബോണ്ടിങ് കൂടി കഴിഞ്ഞപ്പോഴത്തേനും ഇവർ റൂമിൽ തന്നെ അടച്ചിരിക്കുമ്പോഴും ഇവന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിലും ഇനിഷ്യലിയൊക്കെ ആരെങ്കിലും കഥ തുറക്കുമ്പോൾ ചാടി പോകാനുള്ള ടെൻഡൻസി ആയിരുന്നു. പക്ഷെ പിന്നീട് ആരെങ്കിലും വന്ന് ഡോറ് തുറന്നിട്ടാൽ പോലും ഫ്ലഷ് നടന്ന് ഡോറിൻ്റെ അവിടെ പടിക്കൽ വരെ പോകും. എന്നിട്ട് അവിടെ നിൽക്കും. എന്നിട്ട് തിരിഞ്ഞ് ഈ എലിസബത്ത് ബാരറ്റിനെ നോക്കും. എന്നിട്ട് തിരിച്ചു വന്ന് ഇവരുടെ കാലിൻ്റെ അവിടെ വന്ന് ഇരിക്കുമായിരുന്നു. അപ്പോൾ അത് കാണിക്കുന്നത് അവൻ്റെ ആ ഒരു ലവ് ആണ് ഫോർ എലിസബത്ത് ബാരറ്റ്. അവരെ ഒരു സ്ട്രോങ് ബോണ്ടിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എലിസബത്ത് ബാരറ്റ് ഇങ്ങനെ പറഞ്ഞത്, സൺഷൈനെക്കാട്ടിലും തന്നെ സ്നേഹിക്കുന്നു. അതായത് പുറത്ത് പോകാനുള്ള ഡോഗ്സൊക്കെ എന്ന് പറഞ്ഞാൽ ആനിമൽസാണ്. എത്രയൊക്കെ നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്താലും വൈൽഡ് ആനിമൽസാണ്. അപ്പം അവർക്കെപ്പോഴും ഫ്രീഡം, അതൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്നിട്ടും ഇവരോടുള്ള സ്നേഹം കൊണ്ടാണ് ഒരു ഡോഗായിട്ട് പോലും അത് സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഫ്ലഷ് തന്നെ പറയുന്നുണ്ട്, ഇഫ് ഹിസ് പ്ലഷർ വാസ് ഹെർ പെയിൻ ദെൻ ഹിസ് പ്ലഷർ വാസ് പ്ലഷർ നോ ലോങ്ങർ ബട്ട് 3 parts പെയിൻ. അതായത് ഫ്ലഷിന് പുറത്ത് പോകണം എന്ന ആഗ്രഹം, പുറത്ത് പോയി ഫ്രഷ് എയർ, പിന്നെ പുറത്തൊക്കെ കളിച്ച് നടക്കണം എന്നാണ്. പക്ഷേ താൻ പുറത്ത് പോകുന്നത്, അല്ലെ തന്നെ കാണാതൊക്കെ ഇടയ്ക്ക് ഫ്ലഷിനെ ഒന്ന് കാണാതാവുകയൊക്കെ ചെയ്യുന്നു, പിന്നെ കിട്ടുന്നതാണ്. അപ്പം താൻ പുറത്തങ്ങനെ ഇറങ്ങിപ്പോയാൽ തൻ്റെ സന്തോഷം അത് ഓണറിന്, അതായത് എലിസബത്ത് ബാരറ്റിന് വിഷമം ഉണ്ടാക്കുമെങ്കിൽ തൻ്റെ പ്ലഷർ സത്യത്തിൽ പ്ലഷർ അല്ല, അത് പെയിൻ തന്നെയാണെന്ന് പറയുന്നു. അത് ഫ്ലഷിന് അവരോടുള്ള ലവാണ് കാണിക്കുന്നത്. പിന്നെ എലിസബത്ത് ബാരറ്റിൻ്റെ ആ ഒരു മൈൻഡിനെ കുറിച്ചും അതിനകത്തൊക്കെയാണ് അവർ ഭയങ്കര, അവരുടെ ഫാദർ എന്ന് പറയുന്നത്, ഫ്ലഷ് തന്നെ അവരുടെ ഫാദർ റൂമിലേക്ക് വരുമ്പം പേടിച്ചാണ് നിൽക്കുന്നത്. ഒരു ഡോമിനേറ്റിംഗ് ഒരു ഫിഗറാണ്. അതിപ്പോൾ ഒരു പാട്രിയാർക്കി ആ ഒരു ഇതൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. ഇവരെ പുറത്തൊന്നും വിടില്ല, ഇവർ ഓൾറെഡി സിക്കൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ പുറത്തേക്കൊന്നും വിടത്തില്ല. അപ്പം ഇവർ റൂമിൽ തന്നെ ഇരിക്കുന്നു. പിന്നെ മറ്റുള്ള വിർജീനിയ വൂൾഫ് ആണല്ലോ ഇത് എഴുതിയത്. വിർജീനിയ വൂൾഫിൻ്റെ മറ്റേ ഫേമസ് എസ്സേയില്ലേ റൂം ഓഫ് വൺസ് ഓൺ ആ ബുക്ക്. അപ്പോൾ അതിൻ്റെ വേറെ പെർസ്പെക്റ്റീവ് ഇതിനകത്ത് പറയുന്നുണ്ട്. കാരണം റൂമിനകത്താണ് എലിസബത്ത് ബാരറ്റ് കൺഫൈൻഡ് ആണെങ്കിലും അവിടെ ഇരിക്കുമ്പോൾ അവർക്ക് സ്വന്തം ഇമോഷൻസ് അവർക്ക് ആരുടെടുത്തും കംപ്ലീറ്റ്ലി അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അവർ റൂമിലിരിക്കുമ്പോൾ അവർ എഴുതുന്നുണ്ട് പോയട്രിയും സ്റ്റോറീസും ഒക്കെ. അപ്പോൾ അതിലൂടെയാണ് അവരുടെ ഇമോഷൻസ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത്. അവർ പലപ്പോഴും എഴുതി കരയുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പം സ്വന്തമായിട്ടൊരു റൂം കിട്ടുമ്പം അവർക്ക് ആ ഒരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ്, അവർക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി നറിഷ് ചെയ്യാനുള്ള ഒരു സ്പേസ് അവർക്ക് കിട്ടുന്നു. അങ്ങനെ ഉള്ള ഇതൊക്കെയാണ്.